എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഫ്രഞ്ച് മാക്കറോൺസ് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ പേര് കേട്ടിട്ടൊന്നും പേടിക്കേണ്ട. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് ഞാനിവിടെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ റെസിപ്പിക്ക് വേണ്ടി കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരുടെയും പേര് ഞാൻ ഓർത്തിരിക്കുന്നില്ല, കുറച്ചധികം പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിവിടെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഒരു ഇൻഗ്രീഡിയൻസ് പോലും നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ ബദാം കാണുമല്ലോ. അപ്പോൾ ബദാം വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഫ്ലോർ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ അധികം താമസിയാതെ തന്നെ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. മാക്കറോൺസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള മാക്കറോൺസ് നമുക്ക് കിട്ടും. അപ്പോൾ ഞാനിവിടെ മെയിൻലി 3 സ്റ്റെപ്പിലാണ് നിങ്ങളെ ഫ്രഞ്ച് മാക്കറോൺസ് ഉണ്ടാക്കുന്നത് കാണിക്കാനായിട്ട് പോകുന്നത്. അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളൊരു ഫ്ലോർ ഉണ്ടാക്കിയെടുക്കണം. അതായത് ബദാം വെച്ചിട്ട് നമ്മളൊരു പൊടി ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ആൽമണ്ട് ഫ്ലോർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ബദാമാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു 114 ബദാമുണ്ട്. ഒരു സോസ് പാനിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ തിളച്ചു വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന ബദാം ഒന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി ഇത് ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കുക. ഒരു 30 മിനിറ്റ് ഇത് ഇങ്ങനെ തന്നെ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക. അപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബദാം ഇനി നമുക്ക് ഇതിൻ്റെ സ്കിന്നൊക്കെ മാറ്റിയിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന രീതിക്ക് പറയുന്നതാണ് ബ്ലാഞ്ചിങ്. അതായത് നന്നായിട്ട് തിളപ്പിച്ചിട്ട് അതിൻ്റെ തൊലി മാറ്റിയെടുക്കുന്ന രീതിയാണ് ബ്ലാഞ്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ബദാം തൊലിയെല്ലാം മാറ്റി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കണം. അപ്പോൾ നല്ല വെയിലുള്ള സ്ഥലമാണെങ്കിൽ നമുക്കിത് വെയിലത്ത് ഉണക്കാം. അപ്പോൾ അതിന് മുന്നായിട്ട് ഇപ്പോൾ എക്സസ് ആയിട്ടുള്ള വെള്ളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കിച്ചൺ ടിഷ്യൂവിൽ ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് ഒരു ടിഷ്യൂ ഇട്ടതിന് ശേഷം നിങ്ങൾ ഈ ബദാം അതിലേക്കൊന്ന് നിരത്തിയിട്ട് മറ്റൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഒപ്പിയെടുക്കുക. അപ്പോൾ എന്തെങ്കിലും അധികമായിട്ടുള്ള വെള്ളം ഉണ്ടെങ്കിൽ പോയി കിട്ടും. അപ്പം വെയിലുള്ളവർ വെയിലത്ത് വെച്ചതൊന്ന് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കുക. ഇനി വെയിലില്ലാത്ത സ്ഥലങ്ങളിലാണെങ്കിൽ നിങ്ങൾക്കത് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം ഞാനിവിടെ 100 ഡിഗ്രിയിൽ ഒരു 1 മണിക്കൂർ ഇതൊന്ന് നന്നായിട്ട് ഓവനിൽ വെച്ചിട്ട് ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. ഇതിനി നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് കുറേശ്ശെയായിട്ടൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ നിങ്ങളിത് പൊടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ കുറച്ച് മാത്രം ഇട്ട് പൊടിക്കുക. അല്ലെങ്കിൽ ഈ ബദാമിൽ നല്ല എണ്ണയുണ്ട്, അപ്പോൾ അത് കുഴഞ്ഞു പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ കുറേശ്ശെയായിട്ട് നമ്മളിങ്ങനെ നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുക്കുക. ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. അങ്ങനെ നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന ബദാം മുഴുവൻ ഇങ്ങനെ കുറേശ്ശെയായിട്ട് പൊടിച്ചു വെക്കുക. അപ്പം മുഴുവൻ ബദാമും ഇതുപോലെ പൊടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആൽമണ്ട് ഫ്ലോർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റെസിപ്പിക്ക് വേണ്ടത് ഒരു 3/4 കപ്പ് ആൽമണ്ട് ഫ്ലോർ ആണ്. അപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസ്സിൽ 3/4 കപ്പ് ആൽമണ്ട് ഫ്ലോർ അളന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. മറ്റൊരു ഗ്ലാസ്സിൽ ബാക്കി വന്ന പൊടിയും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 3/4 കപ്പ് എടുത്തിട്ട് മറ്റേത് നമുക്ക് നന്നായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം. അതായത് ഒരു സിപ്പ് ലോക്കിലാക്കി സ്റ്റോർ ചെയ്ത് നിങ്ങൾക്ക് ഇതുപോലെ വെക്കാവുന്നതാണ്. ഇനി ഈ 3/4 കപ്പ് ആൽമണ്ട് ഫ്ലോറിലേക്ക് നമ്മൾ 1 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് പൊടിച്ച പഞ്ചസാരയാണിത്. ഇനി ഇത് നമ്മൾ ഒരു ഫുഡ് പ്രോസസ്സർ അല്ലെങ്കിൽ ഒരു മിക്സി ഇതിലിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരേപോലെ മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇതിൽ നമ്മളിപ്പോൾ പഞ്ചസാര കൂടി ചേർത്തിരിക്കുന്ന കാരണം ഇതത്ര ഓയിലിയായി പോവില്ല. അപ്പോൾ ഇതൊന്ന് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ ആൽമണ്ട് ഫ്ലോറും പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്തത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു അരിപ്പയിലൂടെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. ഒട്ടും തന്നെ തരികൾ ഉണ്ടാകാനായിട്ട് പാടില്ല. അപ്പോൾ നമ്മുടെ ആൽമണ്ട് ഫ്ലോറും പഞ്ചസാരയുടെയും മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പാണ് നമ്മൾ മാക്കറോൺസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 3
ചെറിയ മുട്ട എടുത്തിട്ടുണ്ട്. വലിയ മുട്ടയാണെങ്കിൽ 2 മുട്ട മതി. ഇനി ഈ മുട്ടയുടെ വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് അത് ചെയ്യുക. മുട്ടയുടെ വെള്ളം എടുക്കുന്ന പാത്രം നല്ല ക്ലീൻ ആയിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വെള്ളമയമോ എണ്ണമയമോ ഒന്നും തന്നെ പാടില്ല. അതുപോലെ തന്നെ നിങ്ങൾ എടുക്കുന്ന മുട്ട അത്യാവശ്യം ഫ്രഷ് ആയിട്ടിരിക്കാനും ശ്രദ്ധിക്കുക. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് എടുക്കേണ്ടത്. ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുക്കരുത്. അപ്പോൾ നമ്മൾ എഗ് വൈറ്റ്സും യോക്കും സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഒരു ബീറ്റർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ബീറ്റർ അല്ലെങ്കിൽ നിങ്ങൾക്ക് വിസ്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കുറച്ച് അധിക സമയം കൂടി എടുക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മൾ ബീറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ ഗ്രാനുലേറ്റഡ് ഷുഗറാണിത്, അതായത് പൊടിക്കാത്ത പഞ്ചസാരയാണ്. അപ്പോൾ അത് കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഒരു 2 മിനിറ്റ് ബീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നല്ല സ്റ്റിഫ് പീക്സ് ഫോം ചെയ്യും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. ഇനി നമുക്ക് ബീറ്റിംഗ് ഒക്കെ സ്റ്റോപ്പ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബദാമും പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്ത് വെച്ചത് 2-3 ബാച്ചസായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ലൈറ്റായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ഈ മാക്കറോൺസ് ഉണ്ടാക്കുമ്പോൾ അധികമായിട്ടിട്ട് നിങ്ങളുടെ മിക്സ് ചെയ്യാതിരിക്കുക. ലൈറ്റായിട്ട് വേണം ഫോൾഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. രണ്ടാമത്തെ തവണയും നമ്മൾ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഇത് റിപ്പീറ്റ് ചെയ്യുക. മാക്കറോൺസ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഓവറായിട്ട് ബീറ്റ് ചെയ്യാനും പാടില്ല, കുറവായിട്ട് ബീറ്റ് ചെയ്യാനും പാടില്ല. അപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ബീറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ സ്പാറ്റുല പൊക്കി നോക്കുമ്പോൾ നമ്മുടെ ബാറ്റർ ഒരു റിബൺ പോലെ ഇങ്ങനെ വീഴുകയാണെങ്കിൽ അതാണ് കറക്റ്റ് കൺസിസ്റ്റൻസി. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ബീറ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റുകയാണ്. നിങ്ങളുടെ കയ്യിൽ പൈപ്പിംഗ് ബാഗ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സിപ്ലോക്ക് കവറോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറോ എടുക്കാവുന്നതാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന ബാറ്റർ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 2 കളറിലാണ് ചെയ്യാനായിട്ട് പോകുന്നത്, വൈറ്റും ബ്ലൂവും. അപ്പോൾ നിങ്ങൾക്ക് ഒറ്റ കളറിൽ മതിയെങ്കിൽ നിങ്ങൾക്ക് മുട്ടയുടെ വെള്ള ബീറ്റ് ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് കളർ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ 2 കളറായതുകൊണ്ട് അവസാനമാണ് ചെയ്തത്. അപ്പോൾ കളർ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതുകൂടി ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ നമ്മുടെ 2 കളറിലുള്ള മാക്കറോൺസിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ബേക്കിംഗ് ഷീറ്റിലേക്ക് നമ്മൾ ഈ ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ചെറിയ റൗണ്ട് ഷേപ്പിലാണ് നമ്മളിത് ഒഴിച്ചു കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ കുറച്ച് അകലം ഇട്ട് നിങ്ങൾ ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഞാൻ അധികം അകലം ഇട്ടില്ല, അപ്പോൾ ഇത് ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ 2 കളറും നിങ്ങളിതുപോലെ തന്നെ ചെയ്തെടുക്കുക. ഇതിപ്പോൾ നമ്മുടെ മാക്കറൂൺസ് എല്ലാം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തിട്ട് എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ റിലീസാക്കി കൊടുക്കുക. ഇനി ഇതൊരു 30 മിനിറ്റ് നമ്മൾ മാറ്റി വെക്കുക. ഇപ്പോൾ 30 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലൊരു തിൻ കോട്ടിംഗ് ഫോം ചെയ്തു. നമ്മൾ തൊടുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ മാവ് ഒട്ടും തന്നെ ആവുകയില്ല. അപ്പോൾ ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഇത് ഓവൻ 150 ഡിഗ്രിയിൽ ഞാൻ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓവനാണ്. ഇതിലൊരു 15 മുതൽ 18 മിനിറ്റ് വരെ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് വളരെ കുറഞ്ഞ ടെമ്പറേച്ചറിലാണ് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇതിപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാക്കറോൺസ് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഈ മാക്കറോൺസ് ഇളക്കിയെടുക്കാനായിട്ട് പാടുള്ളൂ, അല്ലെങ്കിൽ ഇത് ഇളകി വരികയില്ല. ഇപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാക്കറോൺസ് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു പ്ലേറ്റിലേക്ക് 2 കളറിൽ ഞാൻ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് അവിടെ ഇരിക്കട്ടെ. നമുക്ക് ഇതിന് വേണ്ട ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫില്ലിങ് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ കസ്റ്റർഡ് ഫില്ലിംഗ് ആണ്
ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ബട്ടർ ക്രീം, ക്രീം ചീസ് എല്ലാം ചെയ്യാവുന്നതാണ്. ഒരു സോസ് പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് പാലൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തു. ഇത് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. അതേസമയം തന്നെ നമ്മൾ നേരത്തെ മാറ്റിവെച്ച മുട്ടയുടെ മഞ്ഞ അല്ലെങ്കിൽ മുഴുവനോടെയുള്ള 3 മുട്ട എടുക്കുക. അത് നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ മൈദ, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ പാല് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ പാല് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. മുട്ട പിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി ഈ മിക്സ് നമ്മൾ തിരിച്ച് സോസ് പാനിലേക്ക് ഒഴിച്ചിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മുടെ കസ്റ്റാർഡ് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അതിനു മുന്നായിട്ട് ഒരു അരിപ്പയിലൂടെ ഇത് അരിച്ചെടുക്കുകയാണെങ്കിൽ തരിയൊന്നും ഇല്ലാതെ നല്ല ഈവനായിട്ട് നമുക്ക് കസ്റ്റാർഡ് കിട്ടും. ഈ കസ്റ്റാർഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രൂട്ട് കസ്റ്റാർഡിൽ യൂസ് ചെയ്യാം, കേക്കിൻ്റെ ഫ്രോസ്റ്റിംഗ് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ മൾട്ടിപർപ്പസ് ആണ് ഈ കസ്റ്റാർഡിനുള്ളത്. അപ്പോൾ ഇതിനി ഒന്ന് നമുക്ക് ഫ്രിഡ്ജിൽ തണുക്കാനായിട്ട് വെക്കാം. എന്നിട്ട് വേണം നമുക്ക് മാക്രോൺസിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാനായിട്ട്. ഇതിപ്പം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കസ്റ്റാർഡാണ്. ഇതിനി നമുക്കൊരു പൈപ്പിംഗ് ബാഗിലോ അല്ലെങ്കിൽ ഒരു സിപ്പ് ലോക്കിലോ ആക്കിയിട്ട് നമുക്ക് മാക്രോൺസിൻ്റെ ഉള്ളിലൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ പൈപ്പിംഗ് ബാഗിന് പകരം ഒരു സിപ്പ് ലോക്ക് കവറാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കസ്റ്റാർഡ് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ കസ്റ്റാർഡിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒരു സ്പൂൺ ബട്ടർ കൂടി ചേർത്ത് കൊടുത്താൽ ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ സിപ്പ് ലോക്കിൻ്റെ അറ്റം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന മാക്കറോൺസിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇതിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വേറൊരു മാക്രോൺ വെച്ചിട്ട് അത് കവർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ ഒരു ക്രീം ബിസ്ക്കറ്റിൻ്റെ പോലെയാണ് കാണാൻ, പക്ഷേ കഴിക്കാൻ അതുപോലെയല്ല, അതിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മാക്രോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കുക. സാധാരണ ബട്ടർ ക്രീം ഐസിങ്ങിനെക്കാട്ടിലും ഒന്നുകൂടി ടേസ്റ്റി കസ്റ്റർഡ് ഫില്ലിങ്ങിനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആൻഡ് ഡെലീഷ്യസ് ആയിട്ടുള്ള ഫ്രഞ്ച് മാക്കറോൺസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രഞ്ച് മാക്കറോൺസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കഴിക്കാനായിട്ട് വളരെയധികം ടേസ്റ്റാണ്. നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ എന്നെ ഫീഡ്ബാക്ക് അറിയിക്കൂ. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്തവരോട് നിങ്ങളുടെ ഫ്രണ്ട്സിനോടും നിങ്ങളുടെ റിലേറ്റീവ്സിനോടും ഒക്കെ ഒന്ന് പറയുക, ഇതുപോലൊരു ചാനലുണ്ട് ബിൻസിസ് കിച്ചൺ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, തുടർന്നും വീഡിയോസൊക്കെ കാണുക. അപ്പോൾ പുതിയൊരു റെസിപ്പിയായിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.